ഹേ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ നമ്മളെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുറച്ച് ദിവസമായി നമ്മൾ പറയുന്നു കാടമുട്ട മേടിച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണമെന്ന്. നമ്മൾ ബീച്ച് സൈഡിലും റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, തട്ടുകടയിലൊക്കെ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ഞങ്ങളിത് പുറത്തുനിന്ന് ഇങ്ങനെ മുട്ട ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ എന്നാൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ്. അമ്മ ഓരോരുത്തർക്കുള്ളത് ഇങ്ങനെ വേർതിരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ. ചിക്കിരിപ്പൊളിയോ മറ്റു നാളെ കത്തിക്കാൻ നമുക്ക്. ഇപ്പോൾ നമ്മളെടുക്കുന്നത് കുറച്ചെടുക്കുന്നുള്ളൂ, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തേക്കാണ്. അപ്പോൾ എല്ലാത്തും കൂടെ പടുക്കണ്ട വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മളിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ബോയിൽ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇനി അത് തിളച്ച് സെറ്റാവണം. ഇത് ബോയിൽ ചെയ്ത് കുറച്ച് നല്ല സമയം പിടിക്കും ഇതൊന്ന് വെന്ത് വരാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇത് വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ ഇനി നമ്മൾ ഫ്രഷായി മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അതൊക്കെ അതായിക്കോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കാണിച്ചു തരാം. നമുക്ക് ഇത് തുറന്ന് നോക്കാം. അമ്മ ഓഫാക്കി വെച്ചിരുന്നു. പിന്നെ ഓക്കെ, ഒക്കെ ശരിയായി. ചൂടൊക്കെ ആറിയിട്ടുണ്ട്, വെന്തിട്ടും ഉണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് ഇനി അതിൻ്റെ പ്രോസസ്സിങ് ആണ് ഇനിയുള്ളത്. അങ്ങനെ അവർ 2 പേരും ഇരുന്ന് അത് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. വീഡിയോ ഇതിൽ സേവ് ആയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് വെച്ചാൽ, ചൂടായ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 1 സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഈ എഗ്ഗ് എടുത്തിട്ട് അതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും നമുക്കൊന്ന് ഡെക്കറേഷൻ പണികളായിട്ട് അങ്ങനെയും ചെയ്യുക. ഇത്ര തന്നെയുള്ളൂ ഇതിൻ്റെ ആ ഒരു പ്രോസസ്സിങ്. പക്ഷെ ആ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, അത് സേവ് ആയിട്ടില്ല ഇതിൽ. ഫൈനലി നമ്മളുടെ കാടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ ദെൻ ബൈ.